അതിൽ ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 50 മീറ്റർ, ഒരു വശം 5 മീറ്ററുമാണ്. മറ്റേ വശം എത്ര മീറ്ററാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നു നോക്കാം. ഇവിടെ ചതുരത്തിൻ്റെ ചുറ്റളവ് 50 മീറ്റർ, 50 മീറ്റർ, ചുറ്റളവ് ഈക്വൽ ടു 2 × നീളം പ്ലസ് വീതി. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്, ഇതാണ് ചതുരം. ചതുരത്തിൻ്റെ നീളം, വീതി. ഇത് നീളം എത്ര തന്നിട്ടുണ്ട്? നീളം തന്നിട്ടില്ല. വീതി എത്ര തന്നിട്ടുണ്ട്? 5 മീറ്റർ വീതി തന്നിട്ടുണ്ട്. ഒരു വശമാണ് 5 മീറ്റർ വീതി തന്നിട്ടുണ്ട്. അപ്പം അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 × ചുറ്റുള്ളതിൻ്റെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. 2 × നീളം പ്ലസ് 5 വീതി ഈക്വൽ ടു 50 മീറ്റർ. സോ നീളം പ്ലസ് 5 എന്നത് 50/2. നീളം പ്ലസ് 5 ഈക്വൽ ടു 25. നീളം 25 മൈനസ് 5 ഈക്വൽ ടു 20. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇതിൽ നീളം ലെങ്ത്താണ് നീളം, അതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത്. സോ ഇതാണ്, അതായത് ചതുരത്തിന് 50 മീറ്റർ നീളം തന്നിട്ടുണ്ട്. 5 വശം ആണ്, 5 മീറ്ററാണ് ഒരു വശത്തിൻ്റെ നീളം. അപ്പം മറ്റേ വശം എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റിലുമുള്ള അളവ്. ചുറ്റിലുമുള്ള അളവ് എന്ന് പറയുന്നത് 50 മീറ്ററാണ്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഇവിടെ വ്യക്തമായിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പിന്നെ ഒരു വശത്തിന് നീളം തന്നിട്ടുണ്ട്. അപ്പോൾ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷനിൽ ഇത് നമ്മൾ അപ്ലൈ ചെയ്തു. ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2 × ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 2 × നീളം പ്ലസ് വീതിയാണ്. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്തപ്പോൾ 2 × നീളം പ്ലസ് 5 50 മീറ്റർ, നീളം പ്ലസ് 5 എന്ന് പറഞ്ഞാൽ 50/2. 50/2 എന്ന് പറഞ്ഞാൽ അതായത് ഈ 2നെ ഒരു ഈക്വൽ സൈനിൻ്റെ അപ്പുറത്ത് കൊണ്ടുവരും, സമത്തിൻ്റെ അപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്താവും? ഇൻറ്റു എന്നുള്ളതിന് ബൈ എന്നാക്കി ഹരിക്കുന്നതാണ് ചെയ്യേണ്ട റൂൾ. അത് പ്രകാരം ഇത് 25 ആകും. അങ്ങനെ നീളം എന്ന് പറഞ്ഞാൽ 25/-5 -5 20. ഇത് വെച്ച് നോക്കൂ, 20 അല്ലേ? ഇവിടെ 20 ആവും. ഇപ്പോൾ കിട്ടുക 20 + 5 25. 25 × 2 50. അങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്.